നമസ്കാരം. ദേശസ്നേഹികളായ ഓരോ ഭാരതീയന്റെയും കണ്ണു തുറപ്പിക്കുന്ന ഞെട്ടിക്കുന്ന ഒരു വാർത്തയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. നമ്മുടെ അതിർത്തികളിൽ സ്വന്തം ജീവൻ പണയം വെച്ച് കാവൽ നിൽക്കുന്ന ജവാന്മാരുടെ നെഞ്ചിലേക്ക് വെടിയുതിർക്കുന്ന മാവോയിസ്റ്റ് നക്സലൈറ്റുകളും വിദേശ പണത്തിന്റെ കൊഴുപ്പിൽ ഭാരതീയരെ കൂട്ടത്തോടെ മതം മാറ്റാൻ ഇറങ്ങിത്തിരിച്ച ഇവാഞ്ചലിക്കൽ മാഫിയയും ഒരേ നാണയത്തിന്റെ ഇരുവശങ്ങളാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതെ, ഭാരതത്തിന്റെ ആഭ്യന്തര സുരക്ഷയെയും സാമ്പത്തിക ഭദ്രതയെയും തകർക്കാൻ ഇവർ കൈകോർത്ത അതീവ ഗുരുതരമായൊരു അന്താരാഷ്ട്ര ഗൂഢാലോചനയാണ് നരേന്ദ്രമോദി സർക്കാരിന്റെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ രാജ്യത്തിന് മുന്നിൽ തരിപ്പണമാക്കിയിരിക്കുന്നത്. വിദേശ പണം വാങ്ങി രാജ്യത്തെ ആഭ്യന്തരമായി അസ്ഥിരപ്പെടുത്താൻ നോക്കുന്ന ദേശവിരുദ്ധ ശക്തികളുടെ അടിവേരിളക്കാൻ മോദിജി FCRA നിയമങ്ങൾ കടുപ്പിച്ചപ്പോൾ അതിനെയെല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് അമേരിക്കൻ സംഘടനയായ തിമോത്തി ഇനീഷ്യേറ്റീവ് ഇവിടെ ഒരു സമാന്തര കള്ളപ്പണ സാമ്രാജ്യം തന്നെ സൃഷ്ടിക്കുകയായിരുന്നു. ഏറ്റവും ഭീതിജനകമായ വസ്തുത എന്താണെന്നറിയാമോ? രാജ്യസുരക്ഷയെ വരിഞ്ഞു മുറുക്കുന്ന UAPA ചുമത്തപ്പെട്ട ഈ വൻ ഭീകര തട്ടിപ്പിന്റെ മുഖ്യ സൂത്രധാരന്മാരും അവരുടെ കറുത്ത വേരുകളും നീളുന്നത് നമ്മുടെ സ്വന്തം കേരളത്തിന്റെ മണ്ണിലേക്കാണ്. എന്താണ് യഥാർത്ഥത്തിൽ ഈ FCRA അഥവാ ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് നിയമമെന്നും എന്തുകൊണ്ടാണ് മോദി സർക്കാർ ഇതിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നതെന്നും നാം കൃത്യമായി മനസ്സിലാക്കണം. മുൻകാലങ്ങളിൽ ഭാരതത്തിന്റെ പരമാധികാരത്തെയും സനാതന സംസ്കാരത്തെയും തകർക്കാൻ വിദേശത്ത് നിന്ന് വൻതോതിൽ NGOകൾക്കും മതസംഘടനകൾക്കും അനിയന്ത്രിതമായി ഫണ്ടൊഴുകിയിരുന്നു. പാവപ്പെട്ടവരെ പണം കാട്ടി പ്രലോഭിപ്പിച്ച് മതപരിവർത്തനം നടത്താനും രാജ്യത്ത് വൻതോതിലുള്ള ആഭ്യന്തര കലാപങ്ങൾ സൃഷ്ടിക്കാനുമാണ് ഈ വിദേശ പണം ഉപയോഗിച്ചിരുന്നത്. എന്നാൽ 2014 നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതോടെ കളി ആകെ മാറി. വിദേശ പണം സ്വീകരിക്കുന്നതിന് കടുത്ത നിബന്ധനകൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഏർപ്പെടുത്തി. കൃത്യമായ ബാങ്ക് അക്കൗണ്ടുകൾ വേണം, പണത്തിന്റെ ഓരോ ഉറവിടവും വ്യക്തമാക്കണം, കേന്ദ്ര സർക്കാരിന്റെ കർശനമായ മുൻകൂർ അനുമതി വേണം എന്നിങ്ങനെ നിയമങ്ങൾ പൂർണ്ണമായും സുതാര്യമാക്കി. നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ കണ്ടെത്തിയതോടെ രാജ്യ താൽപര്യങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ച 10,000-കണക്കിന് NGOകളുടെ FCRA ലൈസൻസ് മോദി സർക്കാർ റദ്ദാക്കി. ഇതോടെ സാധാരണ വഴിയിലൂടെ പണമെത്തിക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയ വിദേശ ശക്തികൾ നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് കള്ളപ്പണം കടത്താൻ പുതിയൊരു ഡിജിറ്റൽ അടവ് പുറത്തെടുക്കുകയായിരുന്നു. കേൾക്കുമ്പോൾ തികച്ചും വിചിത്രമെന്ന് തോന്നാം. FCRA രജിസ്ട്രേഷൻ പോലുമില്ലാത്ത തിമോത്തി ഇനീഷ്യേറ്റീവ് എന്ന ഈ അമേരിക്കൻ സംഘടന ഭാരതത്തിലേക്ക് പണമൊഴുക്കാൻ തിരഞ്ഞെടുത്തത് തികച്ചും സങ്കീർണമായൊരു ഡിജിറ്റൽ തട്ടിപ്പ് മാർഗമാണ്. വിദേശ ബാങ്കുകളിലെ രഹസ്യ അക്കൗണ്ടുകളുമായി ബന്ധിപ്പിച്ച 1000-ലേറെ അമേരിക്കൻ ഡെബിറ്റ് കാർഡുകളാണ് ഇവർ ഭാരതത്തിലേക്ക് തങ്ങളുടെ ഏജന്റുമാർ വഴി അതീവ രഹസ്യമായി കടത്തിയത്. 2019 മുതൽ വെറും ഏതാനും മാസങ്ങൾക്കുള്ളിൽ ഭാരതത്തിലെ വിവിധ ATMകൾ വഴി 100 കോടിയോളം രൂപയാണ് ഇവർ പിൻവലിച്ചതെന്ന് ED വ്യക്തമായി കണ്ടെത്തിയിരിക്കുന്നു. ബാങ്കിംഗ് ചാനലുകളിലൂടെ സാധാരണഗതിയിൽ വരുന്ന വിദേശ ഫണ്ടുകൾ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെയും റിസർവ് ബാങ്കിൽ നിന്നുള്ള കൃത്യമായ നിരീക്ഷണത്തിൽ വരുമെന്നതിനാലാണ് അത് പൂർണ്ണമായും മറികടക്കാൻ അമേരിക്കൻ ഡെബിറ്റ് കാർഡുകൾ ഉപയോഗിച്ച് നേരിട്ട് ATMകളിൽ നിന്ന് പണം വാരുന്ന ഈ സമാന്തര സാമ്പത്തിക അട്ടിമറി ഇവർ ആസൂത്രണം ചെയ്തത്. ആർക്കും പെട്ടെന്നൊരു സംശയവും തോന്നാത്ത രീതിയിൽ രാജ്യത്തിന്റെ വിവിധ കോണുകളിൽ നിന്നായിരുന്നു ഈ തുകകൾ പിൻവലിച്ചിരുന്നത്. ഇനി നമ്മൾ ചോദിക്കേണ്ട ഏറ്റവും പ്രസക്തമായ ഒരു ചോദ്യം, ഈ 100 കോടിയോളം രൂപ എവിടെയാണ് ഇവർ ചെലവഴിച്ചത്? കേരളത്തിലും കർണാടകത്തിനും പുറമെ ഭാരതത്തിന്റെ ആഭ്യന്തര സുരക്ഷയ്ക്ക് ഏറ്റവും വലിയ ഭീഷണിയായ മാവോയിസ്റ്റ് നക്സലൈറ്റ് ഭീകരർ താവളമടിച്ചിരിക്കുന്ന ഛത്തീസ്ഗഡിലെ ബസ്തർ, ദംതരി തുടങ്ങിയ ദുർഘടമായ വനമേഖലകളിലാണ് ഈ വൻ തുകയുടെ വലിയൊരു പങ്ക് കൃത്യമായി വിതരണം ചെയ്യപ്പെട്ടിരിക്കുന്നത്. പാവപ്പെട്ട ആദിവാസികളെ നിരന്തരമായി പണവും സൗകര്യങ്ങളും നൽകി പ്രലോഭിപ്പിച്ച് നിർബന്ധിത മതപരിവർത്തനത്തിന് ഇരയാക്കാനും അവർക്കിടയിൽ വിഘടനവാദത്തിന്റെ വിത്തുകൾ പാകാനും ഒപ്പം ഭാരതീയ സൈന്യത്തിന് നേരെ ഒളിയുദ്ധം നടത്തുന്ന നക്സലർ ഭീകരർക്ക് ആവശ്യമായ ആധുനിക ആയുധങ്ങളും മറ്റ് സാമഗ്രികളും എത്തിക്കാനുമാണ് ഈ അന്താരാഷ്ട്ര കള്ളപ്പണ ശൃംഖല ഉപയോഗിക്കപ്പെട്ടത്. ഭാരതത്തെ ആഭ്യന്തരമായി തകർക്കാൻ ഇവർ തമ്മിലുണ്ടാക്കിയ അവിശുദ്ധ കൂട്ടുകെട്ടാണ് ED നടത്തിയ മിന്നൽ റെയ്ഡിലൂടെ വെളിച്ചത്ത് കൊണ്ടുവന്നത്. കഴിഞ്ഞ ഏപ്രിലിൽ രാജ്യത്തെ 6 സംസ്ഥാനങ്ങളിലായി നടത്തിയ റെയ്ഡിൽ നിരവധി ഡിജിറ്റൽ ഉപകരണങ്ങളും കോടിക്കണക്കിന് രൂപയുടെ രേഖകളും വൻതോതിൽ അമേരിക്കൻ ഡെബിറ്റ് കാർഡുകളും 40 ലക്ഷത്തിലധികം രൂപയും ED നേരിട്ട് പിടിച്ചെടുത്തു. കള്ളപ്പണ ഇടപാടുകളുടെയും മതപരിവർത്തനത്തിന്റെയും വിന്യാസത്തെക്കുറിച്ച് വ്യക്തമായ ഓൺലൈൻ അക്കൗണ്ടിംഗ് വിവരങ്ങളും കേന്ദ്ര ഏജൻസികൾക്ക് ഇതിലൂടെ ലഭ്യമായി. ബംഗളൂരു വിമാനത്താവളത്തിൽ വെച്ച് ഈ മാഫിയയുടെ പ്രധാന സാമ്പത്തിക സൂത്രധാരനായ മൈക്ക മാർക്ക് എന്ന വിദേശി ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥരുടെ ലുക്കൌട്ട് നോട്ടീസിൽ കുടുങ്ങിയതോടെയാണ് ഈ വൻ നെറ്റ്വർക്കിന്റെ ചുരുളഴിയുന്നത്. ഇയാളിൽ നിന്ന് മാത്രം 24 വിദേശ ഡെബിറ്റ് കാർഡുകളാണ് ED പിടിച്ചെടുത്തത്. തുടർന്ന് നടത്തിയ കടുത്ത ചോദ്യം ചെയ്യലിലാണ് നമ്മെ ഏവരെയും ഞെട്ടിക്കുന്ന ആ ഒരു കേരള കണക്ഷൻ പുറത്തുവരുന്നത്. പിടിയിലായ 6 പേരിൽ ഭൂരിഭാഗം പേരും മലയാളികളോ കേരളവുമായി അടുത്ത ബന്ധമുള്ളവരുമാണ്.
ഈ വലിയ തട്ടിപ്പിന്റെ സാമ്പത്തിക ഇടപാടുകൾ മുഴുവൻ ഭാരതത്തിലുടനീളം നിയന്ത്രിച്ചിരുന്നത് അജിത് വർഗീസ് മത്തായി എന്ന മലയാളിയാണ്. നക്സൽ മേഖലയായ ഛത്തീസ്ഗഡിൽ നേരിട്ടെത്തി പണം വിതരണം ചെയ്യുന്നതിന് നേതൃത്വം നൽകിയത് വർഗീസ് ചാക്കോ എന്ന മറ്റൊരു മലയാളിയും. ജൊനാഥൻ എസ് രാജൻ, സുപ്രീം ജോയ് തുടങ്ങിയവരും കേരളത്തിലെ പല പെന്തകോസ്റ്റ് സഭകളുമായി അടുത്ത ബന്ധം പുലർത്തുന്നവരും ഇത്തരത്തിൽ പണം കൈമാറിയവരുമാണ്. ആസാമിലെ പണമിടപാടുകൾ ബബ്ലു കുർമി എന്നയാൾ വഴിയാണ് ഇവർ നടത്തിയത്. വിദേശത്തിരുന്ന് ഈ ശൃംഖല നിയന്ത്രിച്ചിരുന്നവർ അന്വേഷണം ആരംഭിച്ച ഉടൻ തന്നെ സെർവറുകളിൽ നിന്ന് വിവരങ്ങൾ മായ്ക്കാൻ ശ്രമിച്ചെങ്കിലും സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ED അത് തടയുകയായിരുന്നു. മലയാളികളായ പെന്തകോസ്റ്റ് മിഷണറിമാർ ആസാമിലെയും ഛത്തീസ്ഗഡിലെയും വനവാസ മേഖലകളിൽ ഇരുന്ന് നക്സലുകളുടെ തണലിൽ വൻതോതിൽ മതപരിവർത്തന കേന്ദ്രങ്ങൾ നടത്തുന്നുണ്ടെന്ന വിവരം രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് നേരത്തെ അറിയാമായിരുന്നു. ആ സംശയങ്ങളെല്ലാം ഇപ്പോൾ അക്ഷരം പ്രതി ശരിവെക്കുകയാണ് ED. നരേന്ദ്രമോദി സർക്കാർ FCRA നിയമങ്ങൾ കടുപ്പിച്ച് രാജ്യത്തെ ഓരോ രൂപയുടെയും വിദേശ ഫണ്ടിംഗ് ഉറവിടം പരിശോധിച്ച് രാജ്യത്തെ കൂടുതൽ സുരക്ഷിതമാക്കാൻ രാപ്പകൽ ശ്രമിക്കുമ്പോൾ അതിനെല്ലാം തുരങ്കം വയ്ക്കാൻ വിദേശ ശക്തികൾക്കൊപ്പം കൈകോർക്കുന്നത് നമ്മുടെ കേരളത്തിലെ ചില സമുദായ നേതാക്കളും ഇവാഞ്ചലിസ്റ്റുകളുമാണ് എന്നത് അതീവ ലജ്ജാകരമാണ്. വിദേശ രാജ്യങ്ങളുടെ വിനാശകരമായ അജണ്ട ഭാരത മണ്ണിൽ നടപ്പാക്കാൻ ശ്രമിക്കുന്ന ഇത്തരം മാഫിയകളെ മോദി സർക്കാർ വെറുതെ വിടില്ലെന്ന് ഉറപ്പാണ്. ഭാരതത്തെ വിഭജിക്കാൻ നോക്കുന്ന കള്ളപ്പണ നക്സൽ സിൻഡിക്കേറ്റുകൾ എത്ര വലിയ മാളത്തിൽ ഒളിച്ചാലും അവരെ നിയമത്തിന്റെ മുന്നിൽ വലിച്ചുകെട്ടി പൂട്ടാൻ മോദി ഭരണകൂടത്തിന് നന്നായി അറിയാം. ദേശസുരക്ഷയുടെ കാര്യത്തിൽ ഒരിഞ്ച് വിട്ടുവീഴ്ചയില്ലാത്ത ഈ നട്ടലുള്ള സർക്കാരിന് ഒരൊറ്റ ലക്ഷ്യം മാത്രമേയുള്ളൂ: ഭാരത വിരുദ്ധ ശക്തികളുടെ സമ്പൂർണ്ണ നാശം. രാജ്യത്തിന്റെ അഖണ്ഡത തകർക്കാൻ വിദേശ ഡെബിറ്റ് കാർഡുകളുമായി ഇറങ്ങുന്ന ഏതൊരു മാഫിയയുടെയും കോട്ടകൾ ഇനി ഇടിഞ്ഞു തകരുക തന്നെ ചെയ്യും. വിഘടനവാദത്തിന്റെ വിഷപ്പാമ്പുകളെ ഈ പുണ്യഭൂമിയിൽ നിന്ന് വേരോടെ പിഴുതെറിയാൻ അഴിമതിക്കെതിരെയും ഭീകരതയ്ക്കെതിരെയും വിട്ടുവീഴ്ചയില്ലാതെ പോരാടുന്ന നരേന്ദ്രമോദി സർക്കാരിനൊപ്പം ജനങ്ങൾ ഓരോരുത്തരും ഉറച്ചു നിൽക്കണം. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുമല്ലോ. മറ്റൊരു പ്രധാന വിഷയവുമായി ഞാൻ വീണ്ടും വരാം. നന്ദി.